ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेशा गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरि वृषभानुसुते देवी प्रणमामि हरिप्रिये। वञ्चाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिनि। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം അല്ല, സോറി, ശ്രീമദ് ഭഗവത്ഗീത. ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതം ക്ലാസ് കഴിഞ്ഞൊരു അരമണിക്കൂറായിട്ടുള്ളൂ, അതുകൊണ്ടാണ്. ഭഗവത്ഗീത ശ്ലോകം 37, ചാപ്റ്റർ നമ്പർ 4. ഓക്കെ. അതീന്ദ്രിയ ജ്ഞാനം ആണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ആക്ച്വലി എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എന്നാലും ഒരുപാട് തത്വങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നു. ഓക്കെ, 40 ഞാനൊന്ന് എടുക്കട്ടെ. ഹരേ കൃഷ്ണ 35. നമ്മൾ പഠിച്ചു, 36 വായിച്ചു, 37. ഓക്കെ, അപ്പോൾ 35-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഓക്കെ, ജ്ഞാനത്തെക്കുറിച്ച്. യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാനി അശേഷാനി ദൃക്ഷ്യസി ആത്മനി അധോമയി. ഓക്കെ ഓക്കെ സോ 2 കാര്യങ്ങളാണ് പറയുന്നത്. ജ്ഞാനത്തിൻ്റെ ഗ്ലോറീസാണ് ബേസിക്കലി ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. 34-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് ജ്ഞാനം ലഭിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള പ്രോസസ്സ് എന്താണ്, ജ്ഞാനം കിട്ടാനുള്ള പ്രോസസ്സ് എന്താണ്. ഗുരുവിനെ കണ്ടുപിടിച്ച് ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ നമ്മൾ ശരണം പ്രാപിച്ച് ഗുരുവിനോട് ചോദിച്ച് ഗുരുവിനെ സേവനം ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നു. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷയന്തിതേ ജ്ഞാനം ജ്ഞാനേന തത്വദർശനം. അങ്ങനെയാണ് ജ്ഞാനം കിട്ടാനുള്ള പ്രോസസ്സ്. ഇനി പറയുന്നത് 35-ാമത്തെ ശ്ലോകം മുതൽ ജ്ഞാനത്തിൻ്റെ മഹത്വവും അതേപോലെ റിസൾട്ട് എന്താണ്, ജ്ഞാനം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന് റിസൾട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്താണ് എഫക്റ്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്ത് എഫക്റ്റാണ് ജ്ഞാനം കൊണ്ട്
സംഭവിക്കുന്നത് നമ്മളിൽ ഓരോരുത്തർക്കും. അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ജ്ഞാനം, ഗ്ലോറീസ് ഓഫ് ജ്ഞാനം എന്നും പറയാം. സോ 35-ാമത്തെ ശ്ലോകത്തിൽ 2 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എന്തുകൊണ്ട് ഇത് എടുത്തു പറയുന്നു എന്ന് വെച്ചാൽ, ശ്ലോകത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞ്, അതേപോലെ ആ ശ്ലോകത്തിൽ പറഞ്ഞ 2 കാര്യങ്ങളാണ് 35-ൽ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. 35-ൽ 2 കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിസൾട്ടാണ് പറയുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോഹം, ഇലൂഷൻ, അതായത് നമ്മൾ ഇലൂഷനിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ ഇലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഹം എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പറയുന്ന ഉദാഹരണം, ശരിയായതിനെ ശരിയായിട്ട് കാണാതെ അതിനെ വേറെ രീതിയിൽ തെറ്റായിട്ട് കാണുന്നതിനെയാണ് ഇലൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന ഉദാഹരണം കയറും പാമ്പും എന്ന് പറയുന്ന പോലെ, നമ്മൾ വിചാരിക്കുന്നു ഇത് നമ്മുടെ ശരീരമാണ്, നമ്മളെന്ന് പറഞ്ഞാൽ ശരീരമാണ്, ആത്മാവാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ ശരീരമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് ആക്ച്വലി മോഹം അല്ലെങ്കിൽ ഇലൂഷനാണ്. ആ കാര്യം ഇല്ലാതാവുന്നു ജ്ഞാനത്തിലൂടെ. അപ്പം ജ്ഞാനത്തിലൂടെ പ്രോപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറുന്നു. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ റിസൾട്ട് എന്താണ് കിട്ടുന്നത്? 35-ാമത്തെ ശ്ലോകത്തിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈ പറയുന്ന മോഹം അല്ലെങ്കിൽ ഇലൂഷൻ എല്ലാം മാറുന്നു. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രോപ്പറായിട്ടുള്ള ഒരു വീക്ഷണം നമുക്കുണ്ടാവുന്നു, പ്രോപ്പറായിട്ടുള്ളൊരു ദൃഷ്ടി ഉണ്ടാവുന്നു. പ്രോപ്പറായിട്ടുള്ള ദൃഷ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഓരോരുത്തരും, ജീവാത്മാക്കൾ എല്ലാവരും തന്നെ ഭഗവാന്റെ അംശമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതും മനസ്സിലാവുന്നത് ജ്ഞാനത്തിലൂടെയാണ്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ റിസൾട്ടാണ് ഇത് രണ്ടും. അതാണ് 35-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന 2 കാര്യങ്ങൾ. 36-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ജ്ഞാനപ്ലവ. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നിർദേഹമാദ്യം സുലഭം സുദുർലഭം എന്ന് പറയുന്ന ശ്ലോകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഭാഗവതത്തിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇവിടെ ജ്ഞാനമാകുന്ന, അല്ലെങ്കിൽ ഇവിടെ ബോട്ടായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത്. പ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചി അല്ലെങ്കിൽ കപ്പൽ അല്ലെങ്കിൽ ബോട്ട്. ജ്ഞാനമാകുന്ന പ്ലവം, വഞ്ചി, എല്ലാവിധ സിൻസ് അല്ലെങ്കിൽ എല്ലാവിധ അനർത്ഥങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ പാപങ്ങളും മാറ്റിക്കളയുന്നു, നശിപ്പിച്ച് കളയുന്നു. ഈ ജ്ഞാനം കൊണ്ട് എല്ലാ പാപങ്ങളും നശിക്കുന്നു. അത് മാത്രമല്ല, പാപങ്ങൾ നശിക്കുന്നതിലൂടെ പാപകർമ്മങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ നശിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു? ഈ ഭൗതിക മഹാസാഗരമാകുന്ന ഈ പറയുന്ന ത്രിവിധ ക്ലേശങ്ങളിൽ നിന്നും, ഭൗതിക മഹാസാഗരത്തിൽ നിന്നും നമ്മൾ നീന്തി കയറി പോകാൻ സാധിക്കുന്നു. അപ്പോൾ അത്രയും ശക്തിയുണ്ട് ജ്ഞാനത്തിന് എന്നുള്ളതാണ് 36-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ 35-ൽ പറഞ്ഞു ഇലൂഷൻ, മോഹമെല്ലാം മാറുന്നു. രണ്ടാമത്തെ പോയിന്റ് പറയുന്നു പ്രോപ്പറായിട്ടുള്ളൊരു വിഷൻ നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ദൃഷ്ടി നമ്മുടെ പ്രോപ്പറാവുന്നു. അതായത് നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ അംശമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. മൂന്നാമത്തെ കാര്യം 36-ൽ പറഞ്ഞത് ജ്ഞാനപ്ലവ. ഈ പറയുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ഒരു വഞ്ചിയായിട്ട് ഉപമിച്ചിരിക്കുന്നു, ബോട്ടായിട്ട് ഉപമിച്ചിരിക്കുന്നു. ജ്ഞാനത്തിലൂടെ എല്ലാ പാപങ്ങളും നശിക്കുന്നു. അങ്ങനെ നമുക്ക് ഭൗതിക മഹാസാഗരം കടന്ന് പുറത്തു വരാൻ സാധിക്കുന്നു. ഇതാണ് റിസൾട്ട്. ഇനി 37-ൽ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. കണ്ടിന്യൂഷനാണ്, കഴിഞ്ഞിട്ടില്ല. 38-ാമത്തെ ശ്ലോകം വരെ ഇതിൻ്റെ റിസൾട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. 37-ൽ എന്താണെന്ന് നോക്കാം. ഓക്കെ. യദൈതാംസി സംസിദോഗ്നിർ ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. യഥൈതാംസി സമിത്തോഗ്നിർ ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. യഥൈതാംസി സമിദ്ധോഗ്നിർഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ഹരേ കൃഷ്ണ. യെസ്, വേറെ ആരെങ്കിലും?
हरे कृष्ण प्रभु। यथैदांसि समिद्धोऽग्निर्भस्मसात् कुरुते अर्जुन ज्ञानाग्नि सर्वकर्माणि भस्मसात् कुरुते तदा। हरे कृष्ण। हरे कृष्ण प्रभु। यदवितांसि समिद्धोऽग्निर्भस्मसात् कुरुते अर्जुन ज्ञानाग्नि सर्वकर्माणि भस्मसात् कुरुते तदा। Okay, good. कृष्ण प्रभु यथैधांसि समिद्धो यथैधांसि सुमिद्धोऽग्निर्भस्मसात् कुरुते अर्जुन ज्ञानाग्निः सर्वकर्माणि भस्मसात् कुरुते तदा। Okay. हरे कृष्ण प्रभु। यदैदांसि समिद्धोऽग्निर्भस्मसात् कुरुते अर्जुन ज्ञानाग्नि सर्वकर्माणि भस्मसात् कुरुते तथा। हरे कृष्ण। Okay. हरे कृष्ण प्रभु। यदेदांसि समिद्धो अग्निर्भस्मास्तु कुरुते अर्जुन ज्ञानाग्नि सर्वकर्माणि भस्मसात् कुरुते तदा। Okay. हरे कृष्णा हरे कृष्णा। Hare Krishna. यथैधांसि समिद्धोऽग्निर्भस्मसात् कुरुते अर्जुन ज्ञानाग्नि सर्वकर्माणि भस्मसात् कुरुते तथा। हरे कृष्णा। हरे कृष्ण। മാതാജി പറഞ്ഞോളൂ. हरे कृष्ण। यदैदांसि Oh, sorry, Mataji, unmute you. Shali Mataji, I'm sorry. Unmute you. यदैदांसि समिद्धोऽग्निर्भस्मसात् कुरुते अर्जुन ज्ञानाग्नि सर्वकर्माणि भस्मसात् कुरुते तथा। Okay. ഹരേ Then കൃഷ്ണ. Sridevi Mataji, yes. യദേദാംസി സമിദ്ധോ അഗ്നിർഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തദാ. ഹരേ കൃഷ്ണ. Okay, thank you. വിവർത്തനം ഭാവാർത്ഥം വായിക്കാം ആർക്കെങ്കിലും ഒരാൾക്ക്. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. Yeah. അല്ലയോ അർജുന, കത്തുന്ന തീ വിറകിനെ എന്ന പോലെ ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മഫലങ്ങളെയും ഭസ്മമാക്കുന്നു. ഭാവാർത്ഥം. ശ്രീലപ്രഭാത് കെ ജയ്. ജീവാത്മാവ്, പരമാത്മാവ്, ഇവരുടെ പരസ്പര ബന്ധം എന്നിവയെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തെ ഇവിടെ അഗ്നിയോട് ഉപമിച്ചിരിക്കുന്നു. പാപകർമ്മങ്ങളുടെ മാത്രമല്ല പുണ്യകർമ്മങ്ങളുടെയും ഫലങ്ങൾ ഈ അഗ്നിയിൽ ചാമ്പലാകുന്നു. കർമ്മത്തിന്റെ പ്രതിപ്രവർത്തനങ്ങൾക്ക് പല അവസ്ഥകളുണ്ട്. അങ്കുരാവസ്ഥ, ഫലോദയാവസ്ഥ, നേടിക്കഴിഞ്ഞ അവസ്ഥ, വരാനിരിക്കുന്ന അവസ്ഥ. എന്നാൽ ജീവസത്തയുടെ മൂല്യസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇവയെ മുഴുവൻ ഭസ്മീകരിക്കും. ഒരാൾ പൂർണ്ണ ജ്ഞാനാവസ്ഥയിലായിരിക്കുമ്പോൾ കഴിഞ്ഞതും കഴിയാനിരിക്കുന്നതുമായ എല്ലാ കർമ്മഫലങ്ങളും നശിച്ചുകൊള്ളും. ഹരേ കൃഷ്ണ. മിനി മാതാജി ഇടയിൽ നിന്ന് പോയോ? വായിച്ചു മുഴുവൻ? ഹരിബോൽ മുഴുവൻ വായിച്ചിരുന്നോ? മുഴുവൻ വായിച്ചു പ്രഭു. ഓക്കെ, ഇടയിൽ എന്തോ പോയ പോലെ തോന്നി. ഓക്കെ, നോ പ്രോബ്ലം. ഒരു മിനിറ്റ്. ഓക്കെ, ഞാനൊരു സംഭവം ഡൗൺലോഡ് ചെയ്യുകയാണ് ആക്ച്വലി, അതുകൊണ്ടാണ്. ഓക്കെ, റൈറ്റ്. സോ ഇവിടെ പറയുന്നു, ഇത് അടുത്ത റിസൾട്ടാണ് പറയുന്നത്. എന്താണ് റിസൾട്ട്? ജ്ഞാനം കൊണ്ടുള്ള റിസൾട്ട് എന്താണ്? 37 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജ്ഞാനമാകുന്ന അഗ്നി, ജ്ഞാനാഗ്നി കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അഗ്നി എങ്ങനെയാണ് കത്തിക്കുന്നത്? സാധനങ്ങൾ കത്തിച്ച് ചാമ്പലാക്കുന്നു അല്ലേ? പിന്നെ ആഷസ് ആണ് കിട്ടുന്നത്. അതേപോലെ ജ്ഞാനമാകുന്ന അഗ്നി എല്ലാ റിയാക്ഷൻസിനെയും ഭസ്മമാക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഭൗതികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നു അല്ലേ? അതിനൊരു റിയാക്ഷൻ ഉണ്ടാകുന്നു. നമ്മളെപ്പോഴും പറയും എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളത്. അപ്പോൾ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാലുള്ള റിയാക്ഷൻ മാത്രമല്ല,
പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിന് റിയാക്ഷൻ ഉണ്ട് അല്ലേ? നമ്മൾ പറയാറുണ്ട് ചാരിറ്റി ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ അതിന് റിയാക്ഷൻ ഉണ്ട്. പക്ഷേ പുണ്യം ആയിട്ടുള്ള ക്രെഡിറ്റാണ് കിട്ടുന്നത്. എന്നാൽ അതും റിയാക്ഷനാണ്. ആ റിയാക്ഷനും നമുക്ക് ബാധയാണ് ഈ ഒരു ഭൗതിക മഹാസാഗരം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ആധ്യാത്മിക ക്രെഡിറ്റ് മാത്രമാണ്, സ്പിരിച്വൽ ക്രെഡിറ്റ്സ് മാത്രമാണ്. മറ്റുള്ള എല്ലാ ഭൗതികമായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ടും ഉണ്ടാവുന്ന റിയാക്ഷൻസിനെ എല്ലാം മാറ്റണം, എന്നാൽ തന്നെ ഇവിടുന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നതാണ് എല്ലാം. ഈ ജ്ഞാനാഗ്നി എല്ലാ റിയാക്ഷൻസിനെയും ഭസ്മമാക്കുന്നു, ഇൻക്ലൂഡിങ് പുണ്യത്തിൻ്റെ റിയാക്ഷനും. അപ്പോൾ പാപത്തിൻ്റെ റിയാക്ഷൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. സോ അത്രയും പവർഫുള്ളാണ് ജ്ഞാനം. നമ്മൾ ഈ പറയുന്ന ജ്ഞാനം എന്ത് ജ്ഞാനമാണ്? അതീന്ദ്രിയ ജ്ഞാനം, അല്ലെങ്കിൽ സ്പിരിച്വൽ നോളജിനെ കുറിച്ചാണ് പറയുന്നത്. സ്പിരിച്വൽ നോളജിലൂടെ നമ്മൾ ഈ റിയാക്ഷൻസ് എല്ലാം ഭസ്മമാവുന്നു. ആ സ്പിരിച്വൽ നോളജ് അല്ലെങ്കിൽ അതീന്ദ്രിയ ജ്ഞാനം എങ്ങനെ നേടാൻ സാധിക്കും? ഗുരുവിൻ്റെ തിരുമുഖത്തിൽ നിന്ന്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ശീല പ്രഭുപാദ് ഇവിടെ പറയുന്നു, റിയാക്ഷനെ കുറിച്ച് പറയുന്നു. ഇവിടെ പലതരത്തിലുള്ള റിയാക്ഷൻ. ഒന്ന് എന്താണ് പറയുന്നത്? പല സ്റ്റേജസ് ഉണ്ട് ഈ പറയുന്ന റിയാക്ഷന് എന്ന് പറയുന്നു. റിയാക്ഷൻ തുടങ്ങുന്നേക്കാൾ മുമ്പുള്ള അവസ്ഥ, പിന്നെ അത് ഫലമായിട്ടിരിക്കുന്ന അവസ്ഥ, പിന്നെ ഓൾറെഡി വന്ന അവസ്ഥ, ഇതെല്ലാം. അത് ഞാൻ വേറൊരു ഭഗവത്ഗീതയിലെ വേറെ ഭാഗത്ത് വരുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഇപ്പോൾ ഒന്ന് ചർച്ച ചെയ്യാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഒരു മിനിറ്റ്. ഓക്കെ. സോ ഇതാണ് കാണിക്കുന്നത്. സോ ഇതിനെ പറയും സൈക്കിൾ ഓഫ് സിൻ. അതായത് എങ്ങനെയാണ് പാപങ്ങൾ, ഇത് പാപത്തെക്കുറിച്ച് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. മറ്റുള്ള പുണ്യകർമ്മത്തെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ എന്നാലും ഈ പാപത്തിൻ്റെ സൈക്കിളും നമ്മൾ മനസ്സിലാക്കണം. എല്ലാം ഭസ്മമാക്കുമെന്ന് പറഞ്ഞു. ശീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറഞ്ഞു, ഇതിൻ്റെ തുടക്കം, അതായത് റിയാക്ഷൻ വന്നിട്ടില്ല, വരുന്നേക്കാൾ മുമ്പുള്ള അവസ്ഥ, വന്നു കഴിഞ്ഞിട്ടുള്ള അവസ്ഥ, അതൊക്കെ. അപ്പോൾ ആ ഒരു അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുവാണ്. ഈ ഒരു ഫിഗർ ഇപ്പോൾ കാണാം സ്ക്രീനിൽ. ഇതിനെ പറയുന്നു സൈക്കിൾ ഓഫ് സിൻ എന്നാണ് പറയുന്നത്. ശാസ്ത്രങ്ങളിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി പറയുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത്. നമ്മളൊരു പാപം ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ പാപത്തെക്കുറിച്ച് മാത്രമേ പറയുന്നത്, അത് മനസ്സിലാക്കണം. ഓക്കെ, പാപം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റിയാക്ഷൻ വരുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് നമ്മൾ പാപങ്ങൾ ചെയ്യുന്നു? അതിൻ്റെ കാരണമാണ് അവിദ്യ. മുകളിൽ കാണിച്ചിട്ടുള്ളത് അവിദ്യ അല്ലെങ്കിൽ ഇഗ്നോറൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് പാപം ചെയ്യുന്നത്. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട് അതിൽ. ഒന്ന്, നമ്മൾ ഈ ശരീരമാണ് എന്ന് വിചാരിക്കുന്നു. ആത്മീയ തലത്തിലുള്ള ഒരു ചിന്ത നമുക്കില്ല. ഇപ്പോൾ ശരീരത്തിൻ്റെ എൻജോയ്മെൻറ്റ് മാത്രം നമ്മൾ കേന്ദ്രീകരിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ അത് തന്നെ അവിദ്യയാണ് ആക്ച്വലി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രത്തെക്കുറിച്ചോ അതീന്ദ്രിയ ജ്ഞാനത്തെക്കുറിച്ചോ സ്പിരിച്വൽ നോളജോ ഒന്നും നമുക്കില്ല. ശാസ്ത്രങ്ങളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്ത അവസ്ഥയാണ് അവിദ്യ. അപ്പം ഇതെല്ലാം അവിദ്യയിൽ വരുന്നു. ഈ അവിദ്യ മൂലമാണ് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നത്. കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് അറിയില്ല, പിന്നെന്ത് ചെയ്യും? അതുമാത്രമല്ല, ത്രിഗുണങ്ങളുടെ അധീനതയിലാണ്. ഭഗവത്ഗീത പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ തെറ്റുകൾ ചെയ്യില്ല. ഭഗവത്ഗീത പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ തെറ്റുകൾ ചെയ്യാതെ ശ്രമിക്കും. കാര്യം തെറ്റുകൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക്. അതുകൊണ്ട് അത് ചെയ്യില്ല. അപ്പോൾ അതില്ലാത്ത അവസ്ഥയാണ് അവിദ്യ. അപ്പോൾ അവിദ്യയാണ് ഇതിൻ്റെയൊക്കെ കാരണം. റൂട്ട് കോസ് ഓഫ് സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപത്തിൻ്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ അവിദ്യയാണ്. ഇനി പല സ്റ്റേജസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആദ്യത്തെ സ്റ്റേജ്, അപ്പോൾ അവിദ്യ കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, തുടക്കം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബീജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസയർ മാത്രം. അതായത്
പാപം ചെയ്യുവാനുള്ള ഒരു ആഗ്രഹം മാത്രമേ വന്നിട്ടുള്ളൂ. പാപം നമ്മൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല. അവിദ്യ മൂലം പാപം ചെയ്യുവാനുള്ള ഒരു ഡിസയർ നമ്മുടെ ഉള്ളിൽ വരുന്നു. ആ ഒരു അവസ്ഥയെ ബീജം എന്ന് പറയുന്നു ഇവിടെ. ഇനി അടുത്തത് സൈക്കിൾ പ്രകാരം നോക്കുവാണെങ്കിൽ, ക്ലോക്ക് വൈസ് നോക്കുവാണെങ്കിൽ പാപം എന്ന് എഴുതിയിട്ടുണ്ട്. പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നു, തെറ്റായിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യുന്നു, അതിനെ പാപം എന്ന് വിളിക്കുന്നു. ഇനി അത് സംഭവിച്ചാൽ എന്ത്, പാപം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ, അതാണ് പറയുന്നത് അടുത്ത സ്റ്റേജ് അപ്രാരാബ്ധ എന്ന് പറയുന്നത്. അപ്രാരാബ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം നമ്മൾ ചെയ്തു കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ റിയാക്ഷൻ ഇതുവരെ വന്നിട്ടില്ല. റിയാക്ഷൻ വന്നിട്ടില്ല മീൻസ് കാര്യം എപ്പോഴും ഇങ്ങനെയാണ്, നമ്മൾ ചെയ്ത ആക്ഷന് ഉടനെ തന്നെ റിയാക്ഷൻ കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ റിയാക്ഷൻ വരുന്നത്. ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ വരും, ചിലപ്പോൾ അപ്പോൾ തന്നെ കിട്ടും, ചിലപ്പോൾ നാളെ കിട്ടും, ചിലപ്പോൾ 3 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടും, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ അടുത്ത ജന്മത്തിലായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ വരും എന്നുള്ളത് ഉറപ്പാണ്. എന്ന് വരും എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അപ്പോൾ പാപം, അപ്പം നമ്മൾ ചെയ്ത തെറ്റിൻ്റെ റിയാക്ഷൻ ഇതുവരെ പ്രകടമാവാത്ത അവസ്ഥയാണ് അപ്രാരാബ്ധം എന്ന് പറയുന്നത്. ഇപ്പോൾ റിയാക്ഷൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ റിയാക്ഷൻ വന്നിട്ടില്ല ഇതുവരെ, ആ ഒരു അവസ്ഥയെ അപ്രാരാബ്ധ എന്ന് പറയുന്നു. ഓക്കെ, ഇനി ആ അവസ്ഥയിൽ നിന്ന് ഇത് റിയാക്ഷൻ വരുന്ന അവസ്ഥയാണ് പ്രാരാബ്ധ എന്ന് പറയുന്നത്. ഇവിടെ എൻ്റെ താഴേക്ക് കാണിച്ചിട്ടുണ്ട്. പ്രാരാബ്ധ എന്ന് പറയുന്നത് റിയാക്ഷൻ മാനിഫെസ്റ്റായി, അല്ലെങ്കിൽ റിയാക്ഷൻ വന്നു, നമ്മളത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്, നമ്മൾ അനുഭവിക്കും സഫറിങ്. ഈ സഫറിങ് എന്ന് പറയുന്ന അനുഭവിക്കൽ വരുന്നത് ഈ റിയാക്ഷൻ പ്രകടമാവുമ്പോഴാണ്. അപ്പോൾ നല്ലൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമുക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശരീരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം കാണാൻ വ്യത്യാസമുണ്ട്, നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്, ജനിച്ച സ്ഥലം വ്യത്യാസമുണ്ട്, എല്ലാം വ്യത്യാസമാണ് അല്ലേ, നമുക്ക് കാണാം. അപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു? കാര്യം ഓരോരുത്തരും ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ റിയാക്ഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ ബോഡി കിട്ടിയിട്ടുള്ളത്. നമ്മളിൽ ഓരോരുത്തരുമുള്ള ത്രിഗുണങ്ങളുടെ ആ ഒരു അവസ്ഥയും വ്യത്യാസമുണ്ട്. സ്പിരിച്വൽ ക്രെഡിറ്റ്സും നമ്മളിൽ വ്യത്യാസമുണ്ട്. നമ്മളെല്ലാവരും യുണീക്കാണ് ആക്ച്വലി അല്ലേ. അപ്പോൾ ഈ ഒരു നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ശരീരം എന്ന് പറയുന്നത് ആക്ച്വലി പറയുകയാണെങ്കിൽ മാനിഫെസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. നമ്മൾ ചെയ്തിട്ടുള്ള നല്ലതാവാം ചീത്തയാവാം, പക്ഷെ എന്തായാലും നമുക്ക് ആധ്യാത്മിക ശരീരമല്ല കിട്ടിയിട്ടുള്ളത്, ഭൗതിക ശരീരമാണ് കിട്ടിയിട്ടുള്ളത്. ഉള്ളിൽ പല അവസ്ഥ ഉണ്ടാവും, പക്ഷെ ശരീരം എന്ന് പറയുന്നത് ചിലവർക്ക് കാണാൻ ഭംഗി ഉണ്ടാവില്ല, പൊക്കം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കറുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ വെളുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അസുഖങ്ങളുണ്ടാവും, അങ്ങനെ പല പല പ്രശ്നങ്ങൾ അല്ലേ, ഓരോന്നും നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇതെല്ലാം റിയാക്ഷൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ പ്രാരാബ്ധം എന്ന് പറയും, അതായത് റിയാക്ഷൻ ഓൾറെഡി മാനിഫെസ്റ്റായി, അല്ലെങ്കിൽ റിയാക്ഷൻ ഓൾറെഡി വന്നു, ആ അവസ്ഥയാണ് പ്രാരാബ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ എന്തായാലും കിട്ടിയതിൽ വെച്ച് അനുഭവിക്കേണ്ടി വരും. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ ശരീരം എനിക്ക് ഇഷ്ടമായില്ല, ഇനി വേറെ ശരീരം വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സാധിക്കില്ല. വി ഹാവ് ടു ഗോ ത്രൂ ഇറ്റ് അല്ലേ, സഫർ ചെയ്യേണ്ടി വരും. അതാണ് പ്രാരാബ്ധം. ഓക്കെ, ഇനി ഇത്രയും മനസ്സിലാക്കി. ഈ അപ്രാരാബ്ധത്തിൽ നിന്ന് വേറെ സൈക്കിൾ മുകളിലോട്ട് പോകുന്ന കാണാം. കൂട്ടം എന്നിവിടെ എഴുതിയിട്ടുണ്ട്, സിൻഫുൾ ഡിസ്പോസിഷൻ എന്ന് എഴുതിയിട്ടുള്ളത് വേറെ ഒന്നുമല്ല. അപ്പം നമ്മൾ പാപം ചെയ്ത സമയത്ത് റിയാക്ഷൻ ആവുന്നേക്കാൾ മുമ്പുള്ള അവസ്ഥ അപ്രാരാബ്ധം, റിയാക്ഷൻ വന്ന അവസ്ഥ പ്രാരാബ്ധം, നമ്മൾ അനുഭവിക്കുന്നു, ആ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സംഭവം കൂടെ സംഭവിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, കൂട്ടം എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻഫുൾ പ്രൊക്ലിവിറ്റി, അതായത് ഡിസയർ ആയിട്ടില്ല, ആഗ്രഹങ്ങൾ ആയിട്ടില്ല, അത് ബീജരൂപത്തിലാണ്. ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബീജമായി ഓൾറെഡി. ഇത് ബീജം ആവുന്നേക്കാൾ മുമ്പുള്ളൊരവസ്ഥയാണ് കൂട്ടം എന്ന് പറയുന്നത്. അപ്പോൾ സീഡ് ആയിട്ടില്ല, സീഡ് ആവാനുള്ള ഒരു ടെൻഡൻസിയിലിരിക്കുന്ന സമയം. അപ്പോൾ അതിനെയാണ് കൂട്ടം എന്ന് പറയുന്നത്. സിൻഫുൾ ഡിസ്പോസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിൻഫുൾ പ്രൊക്ലിവിറ്റി, അതായത് നമുക്ക് അതിനോട് ഉള്ള ഒരു അതായത് തെറ്റുകൾ ചെയ്യാനുള്ള ഒരു പ്രവണതയുണ്ട്, പക്ഷെ നമ്മൾ ആ ഡിസയർ പ്രോപ്പറായിട്ട് വളർന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ശരിക്കും വന്നിട്ടില്ല. അതിന് മുമ്പുള്ളൊരവസ്ഥ, ആ ഒരു അവസ്ഥയാണ് കൂട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ
പാപത്തിനും റിയാക്ഷൻ ഉണ്ടാവുമെന്ന് മാത്രമല്ല, കൂട്ടത്തിൽ ഈ കൂട്ടം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് പോകുന്നില്ല. അതായത് സിൻസ് ചെയ്യാനുള്ള, പാപങ്ങൾ ചെയ്യാനുള്ള ആ ഒരു പ്രൊക്ലിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡിസ്പോസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതിനോടുള്ള ഒരു ചായ്വ്, തെറ്റുകൾ ചെയ്യാനുള്ള ഒരു ചായ്വ്, ആഗ്രഹത്തിലേക്ക് എത്തിയിട്ടില്ല. ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബീജമെന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യാനുള്ള ആഗ്രഹം വന്നു, പിന്നെ നമ്മളത് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യും, അത് നമ്മൾ ചെയ്തിരിക്കും. അങ്ങനെയാണ് പിന്നെ പാപമായി മാറുന്നത്, പാപം സിൻഫുൾ ആക്ഷനായി മാറുന്നത്. അതിന് മുമ്പുള്ള അവസ്ഥയാണ് കൂട്ടം. അപ്പോൾ പാപം ചെയ്യുവാനുള്ള ഒരു പ്രൊക്ലിവിറ്റി അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മളിൽ വരുന്നു, വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണത വരുന്നു. അതിനെയാണ് കൂട്ടം എന്ന് പറയുന്നത്. അത് പിന്നെ ബീജമായി മാറുന്നു, ബീജം പിന്നെ പാപമായി മാറുന്നു, പിന്നെ പ്രാരാബ്ധത്തിലേക്ക് വരുന്നു, കൂട്ടം വീണ്ടും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ വീണ്ടും ആ തെറ്റുകൾ ചെയ്യുവാനുള്ള പ്രവണത കൂടി വരികയാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് അവസാനിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു എന്തെങ്കിലും, എനിക്ക് എൻ്റെ ഇന്ദ്രിയ സുഖഭോഗത്തിന് വേണ്ടി ഞാനിത് ചെയ്യുന്നു, ഞാനത് ചെയ്യും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റാണ്, അവസാന പ്രാവശ്യമാണ് ഇനി ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ എന്താണ്, അവസാനമാണോ? അല്ല, വീണ്ടും ആ കാര്യം ചെയ്യാനുള്ള പ്രവണത ഉണ്ടാവും. ഒരു പ്രാവശ്യം ഇപ്പോൾ മദ്യപാനം ചെയ്യുന്ന ഒരാൾക്ക് ആ കൂട്ടത്തിൽ കൂടി മദ്യപിച്ച് അത് ശീലമായി മാറുന്നു, പിന്നെ അതില്ലാതെ സാധിക്കാതെയാവും. അറിയാം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, മദ്യം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അസുഖങ്ങളുണ്ടാവുന്നു, പിന്നെ ഇത് ശാസ്ത്രത്തിൽ തെറ്റായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നാലും ചെയ്തു പോകുന്നു അല്ലേ? ആ പ്രവണത ഉള്ളിലുണ്ട്. ആ പ്രവണത ഉള്ളിൽ കിടക്കുന്നു. പിന്നെ അത് ആഗ്രഹമായി, എങ്ങനെയെങ്കിലും ഇത് നേടണം, എങ്ങനെയെങ്കിലും ഇത് കുടിക്കണം എന്നുള്ള ആഗ്രഹം വന്നു, പിന്നെ നമ്മൾ കുടിക്കുന്നു, റിയാക്ഷൻ വരുന്നു. ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിക്കും അല്ലെങ്കിൽ ഓരോ പാപത്തിനും കൂട്ടത്തിൽ സംഭവിക്കുന്നത് എന്താണ്? കൂട്ടം ബീജം എന്ന് പറയുന്നതാണ് പ്രശ്നം. കാര്യം ആ ഉള്ളിൽ ഈ തെറ്റ് ചെയ്യാനുള്ള പ്രവണത നമ്മളിൽ നിന്ന് പോകുന്നില്ല, ഒരിക്കലും പോകുന്നില്ല. അതിങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ മഹത്വമാണ് ഇവിടെ പറയുന്നത്. അതീന്ദ്രിയ ജ്ഞാനത്തിലൂടെ എന്ത് സംഭവിക്കുന്നു? ഇതെല്ലാം റൂട്ടോടുകൂടി അല്ലെങ്കിൽ വേരോടുകൂടി പറിച്ചു കളയാനുള്ള ശക്തിയാണ് ഉള്ളത് അതീന്ദ്രിയ ജ്ഞാനത്തിന്. ഭക്തിയുത സേവനങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു കാര്യം, ഈ സൈക്കിൾ ഓഫ് സിൻ നമ്മുടെ ഭാഗവതത്തിൽ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. പരീക്ഷിത് മഹാരാജാവും ശുകദേവ് ഗോസ്വാമി നമ്മളുടെ കോൺവെർസേഷനിൽ വെച്ച് അവിടെ പറയുന്നുണ്ട്. ആക്ച്വലി പരീക്ഷിത് മഹാരാജ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അതായത് ആളുകൾ തെറ്റുകൾ ചെയ്യുന്നു, തെറ്റുകൾ ചെയ്തിട്ട് അതിന് റിയാക്ഷൻ കിട്ടുന്നു, റിയാക്ഷൻ അവർക്കറിയാം തെറ്റാണ് ചെയ്യുന്നത്, തെറ്റ് ചെയ്ത് റിയാക്ഷനും കിട്ടുന്നു, അതും അനുഭവിക്കുന്നു, എന്നാലും വീണ്ടും തെറ്റുകൾ ചെയ്യുന്നു. അവർ വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയാം പ്രശ്നമാണ്, എന്നാലും ചെയ്യുന്നു. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ്, എന്താണ് ഇവർക്ക് ഉള്ള ഒരു ഇവരെങ്ങനെ രക്ഷപ്പെടും, ഇങ്ങനെയുള്ളവരെങ്ങനെ രക്ഷപ്പെടും? ഉദാഹരണം. അപ്പോൾ എന്നിട്ട് അവിടെ പറയുന്നത്, പരീക്ഷിത് മഹാരാജാവ് തന്നെ പറയുന്ന ഉദാഹരണമാണ്. എങ്ങനെയാണോ ആന കുളിക്കാൻ പോയി, കുളിച്ചതിന് ശേഷം 3 മണിക്കൂർ ഭംഗിയായിട്ട് കുളിച്ചതിന് ശേഷം കരയിൽ വന്ന് മണ്ണെടുത്ത് വാരിയിടുന്നു. ഇതേ അവസ്ഥയാണ്. തെറ്റുകൾ ചെയ്യുന്നു, എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യുന്നു, പേരിന് എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി പൂജകൾ ചെയ്യുക, എന്തെങ്കിലും ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുന്നു. അപ്പോൾ വേറെ പല സമ്പ്രദായങ്ങളിൽ അറിയാം. അതായത് ദേവാലയത്തിൽ പോയിട്ട് അവിടെയുള്ള ആ ഒരു പ്രീസ്റ്റിനോട് നമ്മൾ തെറ്റുകൾ ഏറ്റുപറയുന്നു. അപ്പോൾ തെറ്റുകൾ ഏറ്റുപറയുന്നു. അന്നത്തെ ദിവസം തെറ്റുകൾ ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഒരുപക്ഷെ അവിടെ വെച്ച് ചെയ്യുന്നുണ്ടാവില്ല, വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും അടുത്ത തെറ്റുകൾ ആയിട്ട് പോകുന്നു, വീണ്ടും പറയാൻ. അപ്പോൾ ഉള്ളിലുള്ള ആ തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണത നഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ ചോദ്യമാണ് പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്നത് ശുകദേവ് ഗോസ്വാമിയോട്. ശുകദേവ് ഗോസ്വാമി അതിനുള്ള ഉത്തരമായിട്ടാണ് പറയുന്നത് അജാമിളൻ്റെ കഥ. അജാമിളൻ്റെ കഥയ്ക്ക് തൊട്ട് മുമ്പ് പറയുന്നതാണ് ആക്ച്വലി ഈ ഒരു കോൺവെർസേഷൻ. അപ്പോൾ ശുകദേവ് ഗോസ്വാമി പറയുന്നു, എല്ലാത്തിനും ഒരു മാർഗമുണ്ട്, ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി. ഭഗവാന്റെ നാമത്തിലൂടെ എല്ലാ തെറ്റുകളും അതിൻ്റെ ബീജവും കൂട്ടവും ഒക്കെ വേരോടെടുത്ത് പറിച്ച് കളയും, അത്ര ശക്തിയാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അജാമിളൻ്റെ കഥ അവിടെ പറയുന്നു. അപ്പോൾ ഇവിടെ അതുമായിട്ട് കണക്റ്റഡായി പറയാൻ പറ്റുന്നത് അതാണ്.
അതായത് ഈ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത് ഈ അതീന്ദ്രിയ ജ്ഞാനം അല്ലെങ്കിൽ സ്പിരിച്വൽ നോളജ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മൾ ആരാണെന്ന് മനസ്സിലായി ഇവിടെ എന്തുകൊണ്ടിരിക്കുന്നു, ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും, രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്താണ്, നമ്മുടെ ധർമ്മം എന്താണ് മനസ്സിലാക്കി അത് നമ്മൾ ഫോളോ ചെയ്യുന്നു. അതിലെ ഒരു മാർഗമാണ് നാമജപം. ശ്രവണം, കീർത്തനം, സ്മരണം എന്ന് പറയുന്നത് ഭക്തിയുത സേവനങ്ങളുടെ ഒരു ഭാഗമാണ്. ഈ ഭക്തിയുത സേവനമാണ് നമ്മുടെ പരോധർമ്മം എന്ന് മനസ്സിലാക്കുന്നതാണ് ജ്ഞാനം. ആ ജ്ഞാനം എവിടെ നിന്ന് കിട്ടുന്നു? ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഗുരു സാധു ശാസ്ത്രമാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ശക്തി. അപ്പോൾ ഇത്രയും പവർഫുള്ളാണ് ജ്ഞാനം. ഓക്കെ, അടുത്ത ശ്ലോകം 38. ഒരു ശ്ലോകം കൂടെ ഇതിൽ കൂടെ പറയുന്നു ജ്ഞാനത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്. നാഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ തത് സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. വായിക്കൂ. കൃഷ്ണ പ്രഭു. നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ തത്സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. നഹി ജ്ഞാനേന സാദൃശ്യം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗ സംസിദ്ധോ കാലനേത്മാനി വിദ്മതി. ഹരേ കൃഷ്ണ. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഹരേ കൃഷ്ണ. യെസ്, വായിക്കൂ അടുത്ത ആള്. നഹി ജ്ഞാനേന സദൃശം പവിത്രാമിഹ വിദ്യതേ തത്സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഓക്കെ. ഹരേ കൃഷ്ണ. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഹരേ കൃഷ്ണ. ഓക്കെ, കൃഷ്ണ. നഹി ജ്ഞാനേന സദൃശ്യം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഹരേ കൃഷ്ണ. യെസ്, അടുത്തത്. ഓക്കെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കും, ഇല്ലെങ്കിൽ വിവർത്തനം ഭാവാർത്ഥം. യെസ്, ആരെങ്കിലും? യെസ്. ഹരേ കൃഷ്ണ. ഈ ലോകത്തിൽ അതീന്ദ്രിയ ജ്ഞാനം പോലെ പരിശുദ്ധവും ശ്രേഷ്ഠവുമായി മറ്റൊന്നില്ല. ആ ജ്ഞാനം ആധ്യാത്മിക ദർശനത്തിന്റെ പരിപക്വ ഫലമാണ്. ഭക്തിയോഗ പരിശീലനത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾക്ക് കാലക്രമേണ ഈ ജ്ഞാനം സ്വയം ആസ്വദിക്കുവാൻ കഴിയും. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ. അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുമ്പോൾ ആധ്യാത്മികമായ അറിവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ അറിവിനേക്കാൾ മഹത്തായോ വിശുദ്ധമായോ ഒന്നും തന്നെയില്ല. മനുഷ്യന് ബന്ധകാരണം അജ്ഞാനമത്രേ, മുക്തിക്കു ഹേതു ജ്ഞാനവും. ഭക്തിഭരിതമായ സേവനത്തിന്റെ പരിപക്വ ഫലമാണ് ഈ ജ്ഞാനം.